ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അടിപൊളി ചൂര കറീൻ്റെ ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വെളിച്ചെണ്ണയും പിന്നെ കടുകും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല തെളിച്ച് കഴിഞ്ഞ ഉടനെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ആഡ് ചെയ്യണം. ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ആ എണ്ണയിൽ ആഡ് ചെയ്യുമ്പോൾ അടിപൊളി ഒരു മണം വരുന്നത്. നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നല്ല വെളിച്ചെണ്ണയിൽ ചൂടാകുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കടുകിനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ മസാലസൊക്കെ ഇടണം. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു. എഗെയിൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മസാലാസ് മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉലുവാപ്പൊടി നമ്മൾ ആഡ് ചെയ്തു. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യും. പിന്നെ കായം പൊടി അതും നമ്മൾ ആഡ് ചെയ്യും. എഗെയിൻ എല്ലാം ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ മസാലാസ് ആഡ് ചെയ്ത ഉടനെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കണം. നല്ലതായിട്ട് ഇളക്കുമ്പം നല്ല അടിപൊളി വെളിച്ചെണ്ണ മണം വരും. സൂപ്പർബാണ്. നമ്മൾ ശരിക്കും ഇളക്കി കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ ആഡ് ചെയ്യും. അതുകൂടാതെ നമ്മൾ പുളി നമ്മൾ ആഡ് ചെയ്യും. പുളി ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഒന്നുകൂടെ നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കും. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഒഴിക്കേണ്ടത്. എഗെയിൻ നമ്മൾ ഒന്നുകൂടെ ശരിക്കും ഒന്ന് ഇളക്കും. ഇളക്കി കഴിഞ്ഞ ഉടനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയ ആ മീൻ, ചൂര മീൻ നമ്മൾ മേടിച്ച് അത് നമ്മൾ ഈ മസാലയിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ മസാല എല്ലാം റെഡിയാണ്. നമ്മൾ ആ മീൻ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. എഗെയിൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മസാല എല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പ്ലീസ് അത് നമ്മൾ ഇഗ്നോർ ചെയ്യല്ലേ. എൻ്റെ ചേട്ടൻ്റെ കമ്പനിയിൽ ഒരു പോട്ട്ലക്ക് ഉണ്ട്. അപ്പോൾ പോട്ട്ലക്കിന് വേണ്ടി നമ്മൾ ഈ മീൻ കറി റെഡിയാക്കുന്നത്. രാത്രി നമ്മളിത് റെഡിയാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ മസാലാസിൻ്റെ കൂടെ നമ്മുടെ മീനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 15-20 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കണം. 98% എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ 20 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഫിഷ് കറി, സിമ്പിൾ ആൻഡ് ബെസ്റ്റ് മീൻ കറിയാണ്. ഇറ്റ് ടേക്സ് ഒരു 15-20 മിനിറ്റ്സ്. അധികം മസാലാസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അടിപൊളിയാണ്. പിന്നെ 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തപ്പം സൂപ്പർ സ്മെല്ലായിരുന്നു. അടിപൊളിയാണ്. നല്ല ആവിയൊക്കെ പറക്കുന്ന മീൻ നല്ല പൂ പോലെയാണ്. അതിന് വേണ്ടിക്ക് കുറച്ചുകൂടെ നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് ആഡ് ചെയ്യും. രാത്രി ആയതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല. ഇനിയും രാവിലെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. കാണുമ്പം അടിപൊളി നല്ല കൊതിയാവുന്നുണ്ട്. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.